Welcome to Learning for All. Learning today, leading tomorrow. Hi students, I am Athini. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു ട്രിക്കുമായിട്ടാണ്. ഹൗ ടു ആഡ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ക്വിക്കലി. കുറേ 2 ഡിജിറ്റ് നമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആഡ് ചെയ്യാനുള്ള ട്രിക്ക്. അപ്പോൾ സിംഗിൾ ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ കുറേ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതിനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ മേളിലെ വീഡിയോ സജസ്റ്റ് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കാണാം. അത് കണ്ടതിന് ശേഷം ഇത് കാണാം. അതറിയാമെങ്കിൽ ഇതും ചെയ്യാനായിട്ട് ഈ ട്രിക്കും മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 32 + 42 + 28 + 84 + 36 + 53. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം? നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതിനാൽ അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ നമ്മൾ അതിന് വെർട്ടിക്കലായിട്ട് എഴുതുക. എന്നിട്ട് നമ്മൾ സിംഗിൾ ഡിജിറ്റിൽ ചെയ്ത പോലെ തന്നെ താഴെ നിന്ന് നമ്മൾ ആഡ് ചെയ്ത് തുടങ്ങിയിട്ട് 10നേക്കാളും ഗ്രേറ്ററോ 10ന് ഈക്വലോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. 3 + 6 എത്രയാണ്? 9 ആണ്. 9 + 4 13. അപ്പോൾ അത് 10നേക്കാളും ഗ്രേറ്റർ ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10 മൈനസ് ചെയ്യണം. ഒന്നുകൂടി പറഞ്ഞുതരാം. 10നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ 10 അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ആ ഡിജിറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ 3 + 6 is 9, 9 + 4 is 13. എന്നിട്ട് നമ്മൾ അവിടെ ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് 13 - 10 ചെയ്യാം. 13 - 10 is 3. എന്നിട്ട് വീണ്ടും 3 + 8 is 11. പിന്നെ 10നേക്കാളും എക്സ്ട്രാ ആകും. അപ്പോൾ 11 - 10 is 1. 1 കിട്ടി. 1 + 2 is 3, 3 + 2 is 5. എന്നിട്ട് നമ്മൾ ആ 5 എടുത്ത് എഴുതാം. ഓക്കെ, എന്നിട്ട് നോക്കുക എത്ര റെഡ് ലൈൻ ഞാൻ വരച്ചിട്ട് 2 എണ്ണം. അപ്പോൾ 2 × 10 ചെയ്യുക. 2 × 10 ചെയ്യുക. 20 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആ 2 ആണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? അതായത് എത്ര ലൈൻ വരച്ചിട്ടുണ്ടോ അത് ഇവിടെ നമ്മൾ മേളിലായിട്ട് 2 എഴുതുക. ഓക്കെ, എന്നിട്ട് വീണ്ടും താഴെ നിന്ന് തുടങ്ങുക. 5 + 3 is 8. 8 + 8 is 16. അവിടെ 10നേക്കാളും ഗ്രേറ്റർ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10ന് മൈനസ് ചെയ്യണം. അപ്പോൾ 16 - 10 ചെയ്യുക. 6. എന്നിട്ട് അവിടെ ഒരു ലൈൻ വരയ്ക്കുക. 6 + 2 is 8. 8 + 4 is 12. അപ്പോൾ അവിടെ നമുക്ക് 10നേക്കാളും ഗ്രേറ്റർ വന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒരു ലൈൻ വരച്ചിട്ട് 10ന് മൈനസ് ചെയ്യണം. എപ്പോഴാണോ 10നേക്കാളും ഗ്രേറ്റർ വരുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ലൈൻ വരയ്ക്കണം. അപ്പോൾ ഇവിടെ വന്ന 6 + 2 8 ആണ്. 8 + 4 is 12. അപ്പോൾ 12 - 10 ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ 2 എന്ന് കിട്ടി. അവിടെ ലൈൻ വരയ്ക്കാൻ മറന്നു പോകരുത്. 2 + 3 is 5. 5 + 2 is 7. നമ്മൾ ആ 7 എടുത്ത് വെക്കാം. ഇനി നോക്കുക എവിടെയൊക്കെ റെഡ് ലൈൻ വന്നിട്ടുണ്ടെന്ന് നോക്കുക. ഐ മീൻ നമ്മൾ ലൈൻ വരച്ചിട്ട് അത് റെഡ് ലൈനോ ബ്ലാക്ക് ലൈനോ എന്ത് ആയിക്കോട്ടെ, നിങ്ങൾ എത്ര എണ്ണം വരച്ചിട്ടുണ്ട്? 2 എണ്ണമാണ് നിങ്ങൾ വരച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ 2 × നേരത്തെ 10 ആണ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 2 × 100 ചെയ്യണം. കാരണം എന്താണ്? നമ്മൾ 100ന്റെ പ്ലേസിലാണ് അത് എഴുതാൻ പോകുന്നത്. അപ്പോൾ 200 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ആ 2 വന്നിട്ട് 100ന്റെ പ്ലേസിൽ എഴുതുക. അപ്പോൾ ആൻസർ ഈസ് 275. ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിംഗിൾ ഡിജിറ്റ് ചെയ്യുന്നത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിലേക്ക് വരാം. നമ്മൾ ആഡ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ എത്ര ടൈം എടുക്കുമോ അതിൻ്റെ പകുതി ടൈം മതി. ഇപ്പോൾ നോക്കി ഇത്രയും നമ്പേഴ്സ് വന്നു. ഇത്രയും നമ്പേഴ്സ് വന്നാൽ ഞാൻ വെർട്ടിക്കലായിട്ട് എഴുതി. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ചതിൽ തന്നെ താഴെ നിന്ന് ആഡ് ചെയ്തു. 1 + 4 is 5. 5 + 5 is 10. അപ്പോൾ 10ന് ഈക്വലോ ഗ്രേറ്ററോ വന്നു. അപ്പോൾ 10 - 10 is 0. അപ്പോൾ 0 ആണ്. ലൈൻ വരച്ചു. 0 + 5 is 5. 5 + 3 is 8. 8 + 6 is 14. അപ്പോൾ 14 മാർക്ക് ചെയ്തു. 14 - 10 is 4. 4 + 4 is 8. 8 + 4 is 12. അപ്പോൾ 12 ആണ് നമ്മൾ എഴുതേണ്ടത്. കാരണം 10നേക്കാളും ഗ്രേറ്റർ ആയിട്ട് അവിടെ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ലൈൻ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 10ന് കുറയ്ക്കണം. 12 - 10 is 2. ഇനി 2 + 2 is 4. 4 + 2 is 6. അപ്പോൾ 6 ആണ്. നമ്മളത് 1ന്റെ പ്ലേസിൽ 6 എഴുതി. ഓക്കെ, ഇനി എത്ര റെഡ് ലൈൻ ഉണ്ട്? 3 റെഡ് ലൈൻ ആണുള്ളത്. അപ്പോൾ 3 × 10 30. എന്നിട്ട് നമ്മൾ അത് കൊണ്ടുവന്നിട്ട് 10ന്റെ പ്ലേസിൽ മേളിലായിട്ട് നമ്മൾ അത് എഴുതി വെച്ചു 3. ആ കിട്ടുന്ന ആൻസർ ഇവിടെ എഴുതണം. ഓക്കെ, നേരത്തെ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. 10നേക്കാളും ഗ്രേറ്റർ ഉണ്ടോ നോക്കാം. അപ്പോൾ 5 + 7 is 12 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 12 - 10 ചെയ്യണം. അവിടെ ലൈൻ വരച്ചിട്ട് 12 - 10 ചെയ്യുക. അപ്പോൾ 2 സെയിം സ്റ്റെപ്പാണ്. 2 + 1 is 3. 3 + 3 is 6. 6 + 7 is 13. അപ്പോൾ 13 - 10 ചെയ്താൽ 3 കിട്ടും. ഇനി 3 + 4 is 7. 7 + 8 is 15. 15 - 10 is equal to 5. 5 + 2 is 7. 7 + 6 is 13. 13 - 10 is 3.
3 plus 2 is 5. 5 plus 3 is 8. അപ്പോൾ 8 നമ്മൾ അവിടെ എഴുതുക. ഓക്കെ, ഇനി എത്ര റെഡ് ലൈൻ ഉണ്ട്? 1 2 3 4. അപ്പോൾ 4 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം? 100. 100ൻ്റെ പ്ലേസിലാണ് നമുക്കത് വേണ്ടത് 400. അപ്പോൾ 4 അവിടെ എടുത്തെഴുതുക. സിമ്പിൾ അല്ലേ? കുറച്ച് ആളുകൾ വിചാരിക്കും ഇതാണ് ടഫ്. നമ്മളൊന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കിയേ. ഇതിൻ്റെ പകുതി ടൈമിൽ നമുക്ക് ഈ ട്രിക്ക് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കി എത്ര നമ്പേഴ്സാണ് കൂടിയത്. ഇത്ര നമ്പേഴ്സ് നമുക്ക് സെയിം ട്രിക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ സ്പീഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 8 plus 3 is 11. 11 വന്നു. അപ്പോൾ 11 minus 10 is 1. 1 plus 7 is 8. 8 plus 2 is 10. 10 minus 10 is 0. 0 plus 1. 1 plus 4 is 5. 5 plus 5 is 10. 10 minus 10 is 0. എന്നിട്ട് നമ്മൾ 0 എടുക്കുക. 0 plus 5 is 5. 5 plus 3 is 8. 8 plus 6 is 14. 14 minus 10, that is equal to 4. 4 plus 4 is 8. 8 plus 4 is 12. 12 minus 10 is 2. 2 plus 2 is 4. 4 plus 4 is 8. അപ്പോൾ നമ്മൾ ആ 8 ഒന്ന് താഴെ എഴുതി വെക്കാം. ഓക്കെ, ഇനി എത്ര റെഡ് ലൈൻ ഉണ്ട്? 3 4 5 അല്ലേ? ഒന്ന് എണ്ണി നോക്കി. 3 4 5. അപ്പോൾ 5 ഇൻറ്റു 10 നമ്മൾ ചെയ്യണം. 5 ഇൻറ്റു 10 ചെയ്തു, ദാറ്റ് ഈസ് 50. എന്നിട്ട് നമ്മൾ ആ 5 കൊണ്ടൊന്ന് മേളിൽ എഴുതി വെക്കുക. നേരത്തെ സ്റ്റെപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. 7 plus 8 is 15. അപ്പോൾ 10നേക്കാളും ഗ്രേറ്റർ ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10ന് മൈനസ് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. 7 plus 8 is 15. അപ്പോൾ നമ്മൾ 15 minus 10 ചെയ്യുക, 5 കിട്ടും. അപ്പോൾ 5 plus 4 is 9. 9 plus 5 is 14. 14 minus 10 ചെയ്യുക. So 4. 4 plus 5 is 9. 9 plus 6 is 15. 15 minus 10 ചെയ്യുക. That is 5. 5 plus 1 is 6. 6 plus 2 is 8. 8 plus 7 is 15. Then 15 minus 10, that is 5. 5 plus 4 is 9. 9 plus 8 is 17. 17 minus 10 is equal to 7. 7 plus 3 is 10. 10 minus 10 is 0. 10നേക്കാളും ഗ്രേറ്റർ വന്നാലും ഈക്വൽ വന്നാലും 10 plus 0 plus 7 is 7 plus 2 is 9. 9 plus 5 is 14. അവിടെ അപ്പോൾ നമുക്ക് എന്ത് വന്നു? 10നേക്കാളും ഗ്രേറ്റർ വന്നു. അപ്പോൾ 14 minus 10 is 4. ആ 4 നമ്മൾ ഇവിടുത്തെ എഴുതുക. എത്ര ലൈൻ വന്നിട്ടുണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7. 7 into 100 is 700. 100ൻ്റെ പ്ലേസിൽ നമ്മൾ 7 എഴുതുക. അപ്പോൾ ആൻസർ is 748. നിങ്ങളിത് ആഡ് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ 78 plus 83 83 എന്നൊക്കെ പറഞ്ഞ് ചെയ്യേണ്ടി വരും. ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ഈ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ട്രിക്ക് ഈസി ആണെങ്കിൽ ഈസി ആണെന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.